ഈ അനാഥാലയത്തെ കണ്ടിട്ടും അവിടെ ഉപേക്ഷിച്ചിട്ട് വന്നില്ലല്ലോ. അയ്യോ, അങ്ങനെ സഹോദരത്തിനെ കളയാൻ നോക്കൂ, കളയില്ല. സിവിലിൽ പോയി ഞങ്ങളൊരു രണ്ടുപേരും ആഴ്ച ഇറ്റാക്കും, അങ്ങനെയാണ് ഇത് കൂടണം. 40 വർഷമായി വെറുതെ അങ്ങനെ പിടിച്ചോളൂ. റോഡിൽ ബീഡി വലിച്ചു നിന്ന ബാബുവിനെ പോലീസ് പൊക്കിയ ശേഷം നാട്ടുകാർ കാണുന്നത് 40 വർഷങ്ങൾക്ക് ശേഷം. അഞ്ചൽ അലയമൺ ചെണ്ണപ്പേട്ട രാജീവ് മന്ദിരത്തിൽ ബാബുവാണ് അജ്ഞാതവാസം ഉപേക്ഷിച്ച് സ്വന്തം നാട്ടിലെത്തിയത്. കോഴിക്കോട് ബീച്ചിലോ അതോ കടപ്പുറത്തോ? ഞാൻ കടപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് അവിടെ ജോലിയാണ്, അവിടുത്തെ ജോലിയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് 3-4 ആളുകളുണ്ടല്ലോ. അപ്പോൾ ഇവർ പുക വലിച്ചോണ്ട് വീതി വലിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് വണ്ടി വന്ന് പോലീസ് വണ്ടി വന്നിട്ട് ഇവരെ എത്ര പേരെ കൊണ്ടുപോയി? 5-6 പേരെല്ലാവരും കൂടെ വെറുതെ അങ്ങനെ പിടിച്ചോളൂ. അടിയും പിടിയൊന്നും അടിച്ചതും പിടിച്ചതും വണ്ടിയുണ്ട്. അമ്മ വഴക്ക് പറഞ്ഞതിനാണ് ബാബു വീട് വിട്ടിറങ്ങിയത്. കോഴിക്കോടെത്തി ജോലി കണ്ടെത്തുന്നതിനായി കൂട്ടുകാർക്കൊപ്പം സംസാരിച്ചു നിൽക്കുമ്പോൾ കയ്യിലിരുന്ന ബീഡി പുലിവാലായി. പോലീസ് പിടിച്ചുകൊണ്ടുപോയി. ദിവസങ്ങൾക്ക് ശേഷമാണ് പുറംലോകം കണ്ടത്. പിന്നീട് പല സ്ഥലങ്ങളിലായി അലഞ്ഞ് ചെറിയ ജോലികൾ ചെയ്ത് ജീവിച്ചു. ഒടുവിൽ കോഴിക്കോട് ആശാഭവനിൽ അന്തേവാസിയായി. ഇവിടെ കഴിഞ്ഞു വരവെയാണ് സഹോദരൻ രാജനെ തേടി ഒരു ഫോൺ എത്തുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടുന്ന് ഒരു വിളി വരുന്നത്. ഏതായി? കോഴിക്കോട് നിന്ന്. ബാബു നിങ്ങളുടെ ആരാണ്, ഇതാണ് അനിയൻ. ഞാൻ പറഞ്ഞു എൻ്റെ അനിയൻ. സംസാരിക്കാൻ പറ്റും. അപ്പോൾ സംസാരിച്ചപ്പോൾ കറണ്ട് അങ്ങ് പോയി. അല്ല, കറണ്ടല്ല, ഇതിൻ്റെ ഈ ചാർജ് പോയി. അപ്പം നമുക്ക് കറണ്ടില്ലാത്തൊരു സമയം. കറണ്ട് കട്ട് ചെയ്ത് ഉച്ചയ്ക്ക് 1 മണി ചോറുണ്ണാൻ ഇരിക്കുന്നു. ഞാൻ ഓടി അടുത്തൊരു കടയിൽ ചെന്ന് ഇൻവെർട്ടറിൽ കൊടുത്ത് മുമ്പേ ആ നമ്പർ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ അവിടെ വരും, ദിവസം പറയാൻ നോക്കില്ല, അപ്പോൾ ഒരാളും കൂടെ വേണമല്ലോ. അങ്ങനെ അനിയനെയൊക്കെ അറിയിച്ച് നമുക്ക് പോകാമെന്ന്. സങ്കടമായി, സഹിക്കമായി. 40 അടിയന്തരാവസ്ഥ സമയം. വർഷം എത്രയാണ് നമ്മൾ കണക്ക് കൂട്ടുക? ഇന്ദിരാഗാന്ധി. അന്ന് ഞാൻ കോട്ടയത്ത്. അങ്ങനെ എന്നെ പിന്നെ വിളിക്കാൻ വന്നു. അപ്പം ആളെ സ്ഥലത്തില്ലാതെ അങ്ങനെ പോയി. സന്തോഷം പിന്നെ പറഞ്ഞറിയിക്കാൻ നോക്കൂ. അതുപോലെ സന്തോഷമായി. അമ്മയ്ക്കുള്ള കാലത്ത് അന്വേഷിച്ച് നടക്കുമായിരുന്നു. അമ്മ മരിക്കുന്നവരെ പറയാം, എൻ്റെ മോനെ ഭാവന കാണണം. നമ്മൾ പറഞ്ഞു എവിടെയെങ്കിലും കൊണ്ടുതരാം, അല്ലാതെ പറയാം. അമ്മ മരിച്ചു ഇപ്പം 3-4 വർഷമായി. അച്ഛനും മരിച്ചു. ഇനി എൻ്റെ കൂടെ തന്നെ ഞാൻ വിടുവോ? എൻ്റെ സഹോദരനല്ലേ, അനിയനല്ലേ. ഇനിയിപ്പോൾ എന്തെങ്കിലും കുറച്ച് ജോലിയൊക്കെ ചെയ്ത് ഞാൻ കുട്ടപ്പനാക്കി എടുക്കും. ഇനിയിപ്പം രാവിലെ ഞാൻ മുക്കിനൊക്കെ കൊണ്ട് ആളുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് റെഡിയാന്ന് ഇടപെടട്ടെ. എന്നിട്ട് കൂലിപ്പണിയൊക്കെ അറിയാമെന്ന് പറയുന്നത്, ചായക്കടപ്പണിയെല്ലാം അറിയാമെന്ന് പറയും. ഞങ്ങളെ ജോലി അറിഞ്ഞു. ഇനിയിപ്പോൾ മുടിവെട്ടാണ്. അല്ല, ഇനിയിപ്പോൾ അവന് പഠിപ്പിക്കാൻ നോക്കില്ല, പ്രായമായിപ്പോയി. കൊച്ചു അങ്ങനെ ഞാൻ വിട്ടു കൊടുക്കില്ല. ചാടി പോയാ ഞാൻ എവിടെയെങ്കിലും പോയി പിടിച്ചോണ്ട് വരും. ഈ അനാഥാലയത്തെ കണ്ടിട്ടും അവിടെ ഉപേക്ഷിച്ചിട്ട് വന്നില്ലല്ലോ. അയ്യോ, അങ്ങനെ സഹോദരത്തിനെ കളയാൻ നോക്കൂ, കളയില്ല. അച്ഛനോ അമ്മയോ സഹോദരൻ ഇനി ഉണ്ടാവും, ഉള്ളതല്ലോ. അപ്പം കൊണ്ട് എന്തെങ്കിലും ഇത് പറ്റിപ്പോയാൽ നമ്മളത് ഓർത്ത് വിട്ടിട്ട് പിന്നെ കളഞ്ഞാൽ മോശമല്ലേ. അമ്മയ്ക്ക് കാണാൻ പറ്റില്ല, അച്ഛനും കാണാൻ പറ്റില്ല. വിഷമമുണ്ട്. ഇനി ബാബുവിനെ എവിടേക്കും വിടില്ലെന്ന് രാജൻ പറയുന്നു. വൈകുന്നേരങ്ങളിൽ കമ്പനിക്ക് ആളായല്ലോ എന്നാണ് രാജന്റെ കമന്റ്. സുന്ദരനാക്കി എടുക്കുക. ഈ സേവൊക്കെ ചെയ്ത് മീശയൊക്കെ എടുത്താണ് ഞാൻ കുട്ടപ്പനാകുന്നത്. നേരെ വീട്ടിൽ കൊണ്ടുപോവുക. ആ സിവിലിൽ പോയി ഞങ്ങളൊരു രണ്ടുപേരും ആഴ്ച ഇറ്റാക്കുക, അങ്ങനെയാണ്. കാരണം മേലെ ഇവിടെ വിട്ടു പോകരുത്. പിന്നെ ഇന്ന് കൂടണം. 40 വർഷമായി. അതിൻ്റെ അരച്ച് പൊളിക്കുന്നു. പട്ടികൾ 2 എണ്ണം അഴിച്ചേക്ക് വിടുക. ഈ ആഴ്ചയൊക്കെ കഴിച്ച് പിടിച്ചോണ്ട് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പോകില്ല. ഇനി പോയാൽ മൊത്തത്തിൽ കെട്ടുകെട്ടില്ലേ, കളക്ടറേറ്റില്ല വിളി. അപ്പോൾ അവർ മാറ്റി കൊടുക്കും. കൊല്ലം കളക്ടറേറ്റ് ഇവിടെ, അടുത്ത കോഴിക്കോട് കളക്ടറേറ്റാണ്. അവിടെ ഇനി പോകത്തുള്ളൂ. കളക്ടറായിട്ട് ബന്ധപ്പെടുക. ഒരു ബീഡി വലിച്ചതിനാണ് പോലീസ് കൊണ്ടുപോയതല്ലേ? ആ, ബീഡി വലിച്ച് 3-4 കടപ്പുറം, കോഴിക്കോട് കടപ്പുറം, മറ്റേ ബീച്ചൊക്കെ ഉണ്ടല്ലോ. ഇവൻ അതിൻ്റെ പണിയുണ്ടായിരുന്നു.
ചായക്കട ഹോട്ടൽ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ റോഡ് പണിക്ക് നിൽക്കുമ്പോഴാണ് ഈ പരിപാടി. ഇനിയിപ്പോ പോലീസിനെ പേടിക്കാതെ ബീഡി വലിക്കാലോ. ഇനിയിപ്പോൾ ഇത് വലിക്കാം. വേണമെങ്കിൽ സാറിനും കൂടെ ഒന്ന് വലി, ഈ വേണം വലി, അത് ഈ സാറിൻ്റെ ഇത് വലി, എന്നെ പോയാൽ പിടിക്കട്ടെ. ഇത് സാറ് എന്ത് ചെയ്യും സാറേ? ഇനിയിപ്പം പോലീസ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവൻ വീഡിയോ വെച്ചോണ്ട് ഇരിക്കുന്നു. വാറ സാപ്പ് വീടി കയ്യിലിരിക്കുന്ന